നമുക്കെല്ലാവരും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞുതരും. ലൈക്ക് ജിമ്മിൽ പോകണം, നല്ല വർക്കൗട്ട് ഹിറ്റ് ചെയ്യണം, നല്ല പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, നല്ല സ്ലീപ്പ് നമ്മളെ ബോഡിക്ക് കൊടുക്കണം. ബട്ട് ഇവിടെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു സംഭവമാണ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്ത് നമ്മളെ ലൈഫിൽ തൊടാത്തൊരു ഏരിയ അല്ല. നമ്മളെ എനർജിയിലായിക്കോട്ടെ, നമ്മളെ സ്ലീപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സംഭവത്തിന് കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനായിക്കോട്ടെ, ഏതൊരു സംഭവത്തിനും നമുക്ക് നല്ല രീതിക്ക് വേണ്ടത് നമ്മളെ മെൻ്റൽ ഹെൽത്താണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ മുബഷിർ ആൻഡ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വീഡിയോസുകളാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഫസ്റ്റ് തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ജസ്റ്റ് എനിക്ക് ഇപ്പോൾ അടുത്തുണ്ടായ ഒരു എക്സ്പീരിയൻസിലൂടെ, എൻ്റെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസിലൂടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അടുത്ത് എൻ്റെ ഇപ്പോൾ ഒരു പഠിച്ചൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആൾ അത്യാവശ്യം സ്റ്റാൻഡേർഡായി പ്രൊഫഷണലായി അത്യാവശ്യം പൈസ കാര്യങ്ങൾ, വീട്ടുകാരിൽ ബിസിനസ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് പൈസ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആളിനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യാനും ഇത്രയും ഒരു ഹാപ്പിനെസ്, ഈ സംഭവം എന്നൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താനും ലോങ് ടൈം ഈ മെൻ്റൽ പീസ് ഓഫ് മൈൻഡ് കൊണ്ടൊക്കെ സെറ്റായി നടക്കാൻ എനിക്ക് വയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആളോട് തിരിച്ചു ചോദിച്ചു, എന്ത് ചോദിച്ചു, എൻ്റെ പ്രശ്നം എന്താ ചോദിച്ചു. അങ്ങനെ നിലക്ക് ചോദിച്ചപ്പോൾ ആളിനോട് പറഞ്ഞു, ആൾക്ക് സംഭവം ശരിയാണ്, മെറ്റീരിയലിസ്റ്റിക് എല്ലാ സംഭവങ്ങളും ഉണ്ട്, വണ്ടി ഉണ്ട്, പൈസ അവൈലബിൾ ആണ്, ഏത് സംഭവത്തിനും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്, വീട്ടിൽ നിന്നുള്ള പ്രഷർ സംഭവങ്ങളൊന്നുമില്ല. ബട്ട് ആൾക്ക് നല്ല രീതിയിൽ മെൻ്റലി ഫ്രസ്ട്രേഷനാണ്. സോ അവിടുന്നാണ് ഞാൻ ഈ കാര്യത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡം, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ മെൻ്റലി പീസ്ഫുൾ എന്തില്ല ആൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര മെറ്റീരിയലിസ്റ്റിക്സിൽ സക്സസ് ആയി കഴിഞ്ഞാലും, പൈസൻ്റെ കാര്യത്തിലായാലും വണ്ടീൻ്റെ കാര്യത്തിലും ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പുറത്തേക്ക് സ്റ്റാറ്റസിൽ ആൾക്കാരായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് മെറ്റീരിയലിൽ സംഭവം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ പോലും നമ്മളെ ഉള്ളിൽ ആ മെൻ്റലി ഫ്രസ്ട്രേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഫ്രസ്ട്രേഷൻ ഒഴിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ വേണം. സോ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഹൗ ടു ആക്ച്വലി ബിൽഡ് എ മെൻ്റൽ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്തിനെ ബിൽഡ് ചെയ്യാനും ആൻഡ് അത് ലോങ് ടേമിലേക്ക് നിലനിർത്താനും ഞാൻ ഡെയിലി ചെയ്തു വരുന്നൊരു സംഭവമാണ് ഇറ്റ് ഈസ് ഡൂയിങ് മെഡിറ്റേഷൻ എവരി സിംഗിൾ ഡേ. അതായത് മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നതും നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നതും ഏകദേശം സെയിം ആണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകണം, കുറേ ദിവസം വർക്കൗട്ട് ചെയ്യണം, ഒരു 6 മന്തെങ്കിലും മിനിമം കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല സ്ലീപ്പ് നമ്മളെ ബോഡിക്ക് കൊടുക്കണം. ഇന്ന കുറേ സംഭവങ്ങൾ ചെയ്ത് ഒരു പ്രോസസ്സാണ്. കുറേ സംഭവങ്ങൾ ചെയ്ത് ഒരു 6 മന്തോ അല്ലെങ്കിൽ 1 ഇയറോ കൂടി കഴിയണം. ആ ടൈം പീരീഡും കൂടി കഴിയണം. നമ്മളിത് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല, ഇതൊരു ടൈം പീരീഡും കൂടി കഴിയണം. എന്ന പോലെ തന്നെ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്തും ബിൽഡ് ചെയ്യണം. ഇതിന് കുറേ സംഭവങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കുറച്ച് കാലം കൺസിസ്റ്റൻ്റ് ആയി കൊണ്ട് വർക്ക് ചെയ്താലേ ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്താണ് മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. മെഡിറ്റേഷൻ നമുക്ക് പല ടൈപ്പ് ഓഫ് രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റത്തെ ടൈപ്പാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അതായത് നമ്മൾ ഒരു സെർട്ടൈൻ സംഭവത്തിന് മാത്രം നമ്മളെ ഫോക്കസ് കൊടുക്കാം. ലൈക്ക് നമ്മളെ ബ്രത്തിലാവാം. ഇപ്പോൾ ബ്രത്ത് ഇൻഹെയിൽ എടുക്കണത്, അതുപോലെ തന്നെ ബ്രത്ത് എക്സ്ഹെയിൽ എടുക്കണത്, ആ ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സെർട്ടൈൻ ഒരു വിഷ്വൽമ മാത്രം, ഒരു പ്രകൃതിയായ സംഭവത്തിന് മാത്രം, ഒരു ഫോട്ടോമ മാത്രം നോക്കിയാണ്ട് അവിടേക്ക് മാത്രം നോക്കിയാണ്ട് കണ്ണുറഞ്ഞാണ്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സോങ്ങിനെ മാത്രം, ഒരു മ്യൂസിക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്താണ് മെഡിറ്റേഷൻ ചെയ്യാം. അതാണ് ഒന്നാമത്തെ ടൈപ്പ്, അതായത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മളെ മൈൻഡ് എവിടേക്കും പോകാതെ ആ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്താണ്ട്. രണ്ടാമത്തെ ടൈപ്പാണ് നമ്മളെ ബോഡി സ്കാനിങ് അറിയും. അതായത് നമ്മളെ ബോഡിയത്തെ ഓരോ ഈച്ച് ആൻഡ് എല്ലാ പാർട്ട് കൂടി നമ്മളെ മൈൻഡ് ഇങ്ങനെ കൊണ്ടുപോകാം. അടി മുതൽ കാല് മുതൽ നമ്മളെ മൈൻഡ് കൊണ്ട് തന്നെ നമ്മളെ ബോഡിയിൽ ഇപ്പോൾ എന്താ നടക്കണം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാം. സംഭവം ഒരു മെഡിറ്റേഷനാണത്. നമ്മളെ തോട്ട് വേറെ എടുക്കും പോകാതെ ആ ഒരു ബോഡി സ്കാനിങ് അറിയാണ് നമ്മളെ ബോഡിയിലൊരു മുഴുവൻ നമ്മളെ മൈൻഡിനെ കൊണ്ടുപോകാം. നിങ്ങളിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ആകെ ഒറ്റ പർപ്പസ് ഉള്ളൂ, നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിന് ആ മൈൻഡിന് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് നമ്മളെ ബോഡി വേറെ എവിടെയും മൈൻഡ് വേറെ എവിടെയും ആകാതെ രണ്ടും ഒരേ സമയത്ത് പ്രസൻ്റ് ആവുക. ആ ഒരു അറ്റൻഷൻ സ്പാന് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ കണ്ടെത്താനാണ്. സോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം ദി ബെനിഫിറ്റ്സ് ഓഫ് മെഡിറ്റേഷൻ. നമ്മളിപ്പോൾ ഇങ്ങനെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മളെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ഓരോന്നേരും അങ്ങനെ പറഞ്ഞാൽ മെഡിറ്റേഷൻ ക്യാൻ റിഡ്യൂസിങ് യുവർ സ്ട്രെസ്, ഇൻക്രീസിങ് യുവർ അറ്റൻഷൻ സ്പാന്, ഇംപ്രൂവിങ് യുവർ മൂഡ്, ഇംപ്രൂവിങ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി ആൻഡ് ഫൈനലി
ആൻഡ് ഫൈനലി ബെറ്റർ ഇമോഷണൽ റെഗുലേഷൻ. സോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.